പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഠനം ഒരു ഭാരമായി കരുതുന്നവരാണ് ഏറെയും. പലപ്പോഴും അതോർത്ത് ടെൻഷൻ അടിക്കുന്നവരെ കാണാം. പഠിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. പഠനം എളുപ്പമാക്കാനുള്ള ചില വഴികളാണ് ഞാനിവിടെ പറയുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. പഠിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെ വിജയിക്കാൻ കഴിയും? 2, പഠിക്കാനുള്ള പ്രചോദനമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും വരണം. എന്തിനു പഠിക്കുന്നു? അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ത്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ പഠിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കൂ. പഠിക്കുക എന്നത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെയാണ് അവർ പഠിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളും അവർക്ക് തന്നെ സ്വന്തം. അതേ ലക്ഷ്യബോധത്തോടെ പഠിക്കുകയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തിലേക്കുള്ള കാൽവെപ്പായി. 3, പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയവരെ കാണുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നാറുണ്ട്. ഇതെങ്ങനെ സാധിച്ചു എന്നതിൽ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. അവർ പഠിച്ചു നേടിയിരിക്കുന്നു. അധ്യാപകർ ക്ലാസ് തരുന്നത് ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. ടെക്സ്റ്റ് ബുക്കുകളും ഏവർക്കും നൽകിയിട്ടുണ്ട്. സമയവും എല്ലാവർക്കും ഒരുപോലെ തന്നെ. ശ്രമിച്ചു നോക്കിയാൽ വിജയം നേടാവുന്നതേയുള്ളൂ. നിരന്തര പ്രയത്നവും നേടിയെടുക്കാനുള്ള മനസ്സും വേണമെന്ന് മാത്രം. 4, ബുദ്ധിയും ഓർമ്മശക്തിയും പഠിക്കാനുള്ള ചുറ്റുപാടും ഒരുപോലെയല്ലെന്നറിയാം. ഇത്തരം ചുറ്റുപാടുകളെ അതിജീവിച്ച് പഠനത്തിൽ ഉന്നത നിലവാരം നേടിയ എത്രയോ കുട്ടികളുണ്ട്. നമുക്ക് മുന്നേറാൻ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ മനസ്സിലാക്കുക. അതിനെ മറികടക്കാനുള്ള പോംവഴികളാണ് ആലോചിക്കേണ്ടത്. 5, നമ്മുടെ കഴിവുകൾ എന്തെന്ന് മനസ്സിലാക്കി അത് വിലയിരുത്തി പരിശ്രമത്തിലൂടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നത് വളരെ പ്രധാനം. 6, കൂട്ടുകാരുമായി ഒന്നിച്ച് ചർച്ച ചെയ്ത് പഠിക്കുന്നതും തന്നേക്കാൾ നന്നായി പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ച് സംശയങ്ങൾ തീർക്കുന്നതും പഠനത്തിൽ പിറകിലായ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതുമെല്ലാം പഠനം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്നു. 7, ചിലർ പരീക്ഷയ്ക്ക് ടൈം ടേബിൾ കിട്ടുന്നതുവരെ പഠനം തുടങ്ങാൻ കാത്തു നിൽക്കുന്നു. ക്ലാസ് തുടങ്ങുമ്പോഴേ പഠിക്കാൻ തുടങ്ങുക. അതിനുശേഷം പഠനം തുടരുക. പഠിച്ചത് മറക്കാതെ സൂക്ഷിക്കുക. 8, പഠിച്ചത് ഓർത്തുകൊണ്ടേയിരിക്കുക. മറന്നുപോയെങ്കിൽ ബുക്ക് മറിച്ച് ഒന്നുകൂടി നോക്കുക. പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് ഓർത്തു നോക്കലാണ്. പലരും പഠിച്ചത് ആദ്യമായി ഓർക്കുന്നത് പരീക്ഷാ ഹാളിൽ വെച്ചാണ്. 9, പാഠം കഴിഞ്ഞാൽ റിവിഷന് പോകാൻ മടി കാണിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അത് ശരിയല്ല. റിവിഷൻ പഠനത്തിൻ്റെ ഭാഗമാണ്. സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കിയും കൊച്ചു കൊച്ചു പരീക്ഷകൾ നടത്തിയും പഠിച്ച ഭാഗങ്ങൾ കൂടുതൽ ഹൃദിസ്ഥമാക്കാൻ നോക്കേണ്ടതാണ്. 10, രാവിലത്തെ ഭക്ഷണം പോലും കഴിക്കാതെ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ കാണാം. ഊർജ്ജസ്വലരായി ക്ലാസ് ശ്രദ്ധിക്കാനും പഠിക്കാനും അവർക്ക് കഴിയാതെ വരുന്നു. വിദ്യാർത്ഥികൾ ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകണം. വ്യായാമം ശീലമാക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമായ ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കണം. 11, അനാവശ്യങ്ങൾ ഒഴിവാക്കി ആ സമയം കൂടി പഠനകാര്യത്തിൽ ഉപയോഗിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.